പോകുന്ന ഒരു ജേർണിയിൽ ഇപ്പൊ ചെയ്തു വരുന്ന കഥാപാത്രം പീഡിയന്റെ അതിന് വേണ്ടിയിട്ട് ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് ഫൈറ്റുകൾ ചെയ്ത് കുറെ ഒരു കരിയർ ഗ്രാഫിക്സ് ചിത്രമായിരുന്നത്. അപ്പൊ അതേപോലെ അവനാരാ മോൻ. അതേപോലെ നമ്മൾ എഫേർട്ട് ഇട്ട് ചെയ്യുന്ന ഒരു ഇതുണ്ടല്ലോ കരിയറിൽ അങ്ങനെ ഒരു ഇനി വരാൻ പോകുന്ന ഒരു ചിത്രം എന്ന് പറയാനായിരിക്കും ഇനി ഇതുവരെ ചെയ്തതെന്ന് വെച്ച് ഇല്ല അതങ്ങനെ പറയാനായിട്ടില്ല. ഞാൻ പറയുമല്ലോ വരുന്നുണ്ട്. അപ്പൊ അണിയറയിൽ ചേട്ടാ എന്താടാ ഇതേപോലത്തെ ഒരു കരിയറിൽ ഒരു ബ്രേക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഇപ്പൊ കൂടുതലിനകത്തെ പെർഫോമൻസ് ഒക്കെ ഫൈറ്റ് സീൻസ് ഒക്കെ അത്ര എഫേർട്ട് എടുത്ത് ചെയ്യുന്നതായിട്ട് ഞാൻ ഫീൽ ചെയ്തു. അപ്പൊ ഒരു ആക്ടർ എന്ന നിലയിൽ എത്രത്തോളം എക്സ്ട്രീംലി ആവാൻ ശ്രമിക്കുന്നുണ്ടോ അതേപോലെ ഒരു ആക്ടറാണ് താങ്കളും. അപ്പൊ അങ്ങനെ താങ്കളുടെ ആക്ടറിനെ ചലഞ്ച് ചെയ്യുന്ന ലെവലുള്ള പെർഫോമൻസ് അല്ലെങ്കിൽ ഇനി ഒരു കഥാപാത്രം വരാനുണ്ടോ? വരാനുണ്ടോന്ന് ചോദിച്ചാൽ പിന്നെ അങ്ങനെ ഉണ്ടല്ലോ. നമ്മൾ ഓരോന്നും ചെയ്ത് തന്നെയല്ലേ പഠിക്കുന്നത്. ഞാൻ എപ്പോഴും എൻ്റെ ഒരു കാര്യം ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും പറയുന്നതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമയുടെ ജയപരാജയങ്ങളിൽ ഉപരിയായിട്ട് ഓരോ സിനിമയും എന്റെ വിജയങ്ങളായിട്ട് കൂട്ടുന്ന ആളാണ് ഞാൻ. ഭയങ്കര ഹാപ്പി ആ കാര്യത്തിലൊക്കെ. ഈ പറഞ്ഞ കൂടുതലാണെങ്കിലും ഇത് ഈ സിനിമയാണെങ്കിലും ഇനി വരാനിരിക്കുന്ന ശുക്രനാണെങ്കിലും എല്ലാം വേറെ വേറെ ജോണറിലാണ് ഞാൻ ചെയ്യുന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ഇപ്പോ നമ്മള് ബോംബെയിലെ ഒരു പാവം ആളാണെങ്കിൽ അടുത്ത പടം എന്റെ എംഎൻഎംബ്രഹ്മത്തിലെ വില്ലനായിരുന്നു, സൈക്കോ ആയിരുന്നു. അതിനു മുമ്പ് റോൾ മോഡൽസ് ആയിരുന്നു. പിന്നെ തിരുമലിലെ വീണ്ടും പാവം ബോബിയായിരുന്നു. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പ്രത്യേകിച്ച് ഹീറോ എന്നുള്ളതിൽ ഉപരിയായിട്ട് സംഭവങ്ങൾ ഇങ്ങനെ വരിക, സിനിമകൾ ചെയ്യുക, ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച നമ്മളുടേതാവുക എന്നുള്ളതാണ്. ഈ വെള്ളിയാഴ്ച എന്റേതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറച്ച് അപൂർവോത്തരം പാറ്റേൺ. തീർച്ചയായും അതായത് ചേട്ടാ രണ്ടുപേരോടാണ് ആസിഫിക്കയുടെ ഒരു അഭിമുഖത്തിൽ കണ്ടൊരു കാരണം ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന ക്രിറ്റിസിസം അറ്റാക്കുകൾ അതിപ്പം നമ്മൾ വന്ന വഴികൾ നമ്മൾ കഷ്ടപ്പെട്ട വഴികളോ മറ്റുള്ളവർ അറിയണമെന്നില്ല. നമ്മുടെ സക്സസ് മാത്രമായിരിക്കും ചിലപ്പോൾ അവർ കാണുന്നത്. അതിന് മുമ്പുള്ള ജീവിതമോ അതിന് പെട്ട പാടോ അവർ അറിയുന്നില്ല. പക്ഷെ ഇത് ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുമ്പോഴോ ഉണ്ടാകുന്ന ഒരു ട്രോമയുണ്ട്. അത് പിന്നെ അവർ പറഞ്ഞു പോകുമായിരിക്കും. പിന്നീട് നമുക്ക് ഉണ്ടാകുന്ന ഒരു പെയിൻ ഉണ്ടല്ലോ, അത് മാറാൻ ടൈം എടുക്കാം. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ എപ്പോഴും ഫേസ് ചെയ്യുന്നു? ഇതിൽ വളരെ സിമ്പിൾ ആണ്. ഒരൊറ്റ ഉദാഹരണത്തിന് ഞാൻ വേണമെങ്കിൽ തീർത്തരാം. ഒരു പുഴയില് ഒരാള് വെള്ളത്തിൽ വീണിട്ട് ജീവശ്വാസത്തിന് വേണ്ടിയിട്ട് അയാൾ കടകാലടിക്കുകയാണ്. കടകാലടിക്കാൻ അയാൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. അയാൾ ഇപ്പൊ വെള്ളത്തിൽ മുങ്ങിപ്പോവും, മരിക്കും, അയാൾക്ക് ജീവനില്ല. പക്ഷെ അയാൾ എവിടേക്കോ നീന്തി കടകാലടിച്ച് അല്ലെങ്കിൽ ഒരു ചെറിയൊരു മരക്കൊമ്പ് പിടിച്ച് എന്നെ തന്നെ കുടിക്കും. ഞാനാന്ന് വിചാരിച്ചു വെള്ളത്തിൽ വീണാണ്. ആ വെള്ളത്തിൽ വീണ ആള് ഞാൻ ഒരുവിധം അത് ഞാൻ കിടന്ന് അലറുന്നുണ്ട്, എന്നെ ആരെങ്കിലും രക്ഷിക്കൂ എന്ന് പറഞ്ഞ് ഞാൻ അലറുന്നുണ്ട്. ആരും കേട്ടിട്ടില്ല, ഒരാളും കേൾക്കുന്നില്ല, എന്നെ രക്ഷിച്ചിട്ടില്ല. പക്ഷെ എവിടേക്കോ കിട്ടിയ ഒരു കുഞ്ഞി മരക്കൊമ്പില് ഞാൻ പിടിച്ച് ചെറുതായിട്ട് ഞാൻ ജസ്റ്റ് വന്ന് കരയിൽ അടിഞ്ഞു. ആ കരയിൽ അടിഞ്ഞു കഴിഞ്ഞപ്പോ എന്റെ മേലൊക്കെ നനഞ്ഞിരിക്കല്ലേ, ഷർട്ടൊക്കെ ഒന്നും അങ്ങോട്ടും കൂടെ ഒക്കെ മാറിയിട്ടുണ്ടാവും. ചിലപ്പോ ഞാൻ മുണ്ടായിരിക്കും എടുത്തത്, മുണ്ടെന്ന് നീങ്ങിയിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ആ പറ്റത്ത് കിടക്കൂലേ, ശ്വാസം വിട്ടിട്ടില്ല. ഈ ശ്വാസത്തിൽ ഞാൻ അവിടെ കിടക്കുമ്പോ ഒരുപാട് പേര് ഓടിക്കൂടിയിട്ട് പറയും മുണ്ട് മാറി കിടക്കുന്നു, ശരീരം ഒട്ടി കിടക്കുന്നു, അയ്യേ ഇയാളെന്ത് ഈ ഷർട്ട് ഇട്ടിരിക്കുന്നത്, ഇയാളെന്ത് ഇങ്ങനെ മുടി മാറി കിടക്കുന്നത്. അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യും. ഞാൻ അവിടെ കടകാലടിച്ചത് കണ്ടിട്ടില്ല. അത്രേ ഉള്ളൂ. അത് ആസിഫ് എന്നല്ല, എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ആരൊക്കെ ഇതുവരെ മുന്നോട്ട് വന്നിട്ടുണ്ടോ, നമ്മുടെ മുമ്പിലുള്ള ലെജൻഡറി ആക്ടേഴ്സ് ആരൊക്കെ ഉണ്ടോ അവരെല്ലാവരും വെള്ളത്തിൽ കിടന്ന് കടകാലടിച്ചിട്ടുണ്ട്. പക്ഷെ ആ കുറ്റം പറയുന്നവരെയും നമ്മൾ ഒന്നും പറയുന്നില്ല, കാരണം അവരതേ കണ്ടിട്ടുള്ളൂ. അല്ലേ? പത്രത്തിന്റെ കാര്യം സിനിമയിൽ